നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുന്നു. സത്തുക്ക് എന്ന് പറയുന്ന വില്ലേജാണ്. കെ ജയിച്ചു അല്ലേ? കെ ജയിച്ചു കെ നോ സോതോ ജയിച്ചു മത്തോ ജയിച്ചു मंडे से दो मोरे मंडे दो मो अबे चमा है ഈ വില്ലേജിലെ ആൾക്കാർ പലരും പല സ്ഥലത്ത് പണിക്ക് പോകുന്നവരാ. റോയിങ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡാണ്, ഒത്തിരി ദൂരെയാണ്. അവിടെയൊക്കെ ഇവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ അവിടെ പണിക്ക് പോയിട്ട് 1, 2, 3 മാസമൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അത് കാരണം ഇവിടെ ആൾക്കാരിപ്പം നിലവിൽ കുറവാണ്. ഇവർ ഒരു ഇവിടെ ഈ ഭാഗത്ത് എൻ്റെ ഇടവകയിൽ 2 ട്രൈബാണുള്ളത്. നിഷി എന്ന് പറയുന്ന ട്രൈബും പുരോഹിക്ക് എന്ന് പറയുന്ന വേറെ ട്രൈബും. ഈ പുരോഹിക്ക് ട്രൈബ് എന്ന് പറയുന്നത് ഇവർ കാടിനോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പണ്ട് ഉണ്ടായിരുന്ന ജന്മി കുടിയാൻ വ്യവസ്ഥയുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഇവർ ഈ നിഷി ട്രൈബുകാരുടെ കുടിയാന്മാരായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യരാണ്. അപ്പം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവർക്ക് ഗവൺമെൻറ് അതിൽ നിന്നുള്ള മോചനം കൊടുത്തു, സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പം പണ്ടൊന്നും ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ കാടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ വന്ന് താമസിക്കുന്നതാണ്. അവിടെ എപ്പോഴും ഇവർ ഒത്തിരി ദൂരെയായിരിക്കും, പ്രധാന സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരി ദൂരെയായിരിക്കും. ഇപ്പോൾ ഇവിടെയാണെങ്കിലും നമുക്കിപ്പോൾ കാണാം, ഇതെല്ലാം തടിയുടെ വീടുകളാണ്. നേരത്തെ ഇത് മുഴുവൻ ബാമ്പുവായിരുന്നു. ഒപ്പം തന്നെ മേയുന്നത് മുഴുവൻ കാട്ടുവാഴയുടെ ഇലവുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് അവരിപ്പം ഈ കാട്ടിൽ നിന്ന് തന്നെ തടി വെട്ടിയിട്ട് വീടുകളുണ്ടാക്കുക. ഇപ്പോൾ ഗവൺമെൻറ് ഈ വീട് വെക്കാനായിട്ട് ഗവൺമെൻറ് പദ്ധതി ഉണ്ടല്ലോ, അവർക്ക് 1.5 ലക്ഷം രൂപയോളം കിട്ടും. അപ്പോൾ ആ പൈസ കൊണ്ട് അവർ ആ പൈസ ഉപയോഗിച്ചിട്ട് അവർ കാട്ടിൽ നിന്ന് മരം മുറിച്ച് ഇറക്കി കൊണ്ടുവന്ന് അവർ തന്നെ പണിയുന്ന ഇവർ തന്നെ മേസ്ത്രി പണിയെടുക്കും. അങ്ങനെ ഇവർ പണിയുന്നതാണ് ഈ വീടുകൾ. അതുകൊണ്ട് ഇപ്പം ഈ വില്ലയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാനായിട്ട് സമയം, ആദ്യമൊക്കെ വരുന്ന സമയത്തൊന്നും നമുക്ക് നന്നായിട്ട് കിടക്കാനുള്ള സ്ഥലം തരാമെന്ന് ഇവർക്കില്ലായിരുന്നു. ഇപ്പം അതിൽ നിന്നൊക്കെ മാറി. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഇവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ സ്കൂളുകളുണ്ടെങ്കിലും അധ്യാപകരൊന്നും ഇല്ല, അവർ വരാറില്ല. അപ്പം അധികം കുട്ടികളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അതിനുവേണ്ടി നമ്മളും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഈ വില്ലേജിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ നമ്മുടെ ഇവിടെ സ്കൂളിൽ വന്ന് പഠിക്കുന്നുണ്ട്. എന്താ പറയണ്ടേ, നമ്മൾ സൗജന്യമായിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എൻ്റെ പേര് ഫാദർ വർഗീസ് ചിലമ്പട്ടിശ്ശേരി. ഞാനും MCVS സഭാംഗമാണ്. ഞാനിവിടെ ബാമിങ് വന്നിട്ട് ഏകദേശം 2 കൊല്ലമാകുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ആയിരിക്കുന്നതിലും, ഈ പിള്ളേരുടെ കൂടെ കുട്ടികളോടൊത്ത് ആയിരിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഞാൻ ഇവിടെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അപ്പോൾ നമ്മുടെ കൂടെ സ്കൂളിൻ്റെ കൂടെ ഹോസ്റ്റലുണ്ട്, ഹോസ്റ്റലിൻ്റെ കാര്യം നോക്കാൻ മനുവച്ചനുണ്ട്. അപ്പം ബിജുവച്ചനുണ്ട്, സ്കൂളിൻ്റെ മാനേജർ ബിജുവച്ചനാണ്. ഏകദേശം നമുക്കിവിടെ 4ാം ക്ലാസ് വരെയാണ് നമുക്കുള്ളത്. ടൗണിൽ നിന്ന് ഏകദേശം 3 മണിക്കൂർ ഉള്ളിലാണ് നമ്മുടെ ഈ ബാമിങ് എന്ന് പറയുന്ന സ്ഥലം ഇരിക്കുന്നത്. അപ്പോൾ സ്ഥലം, സ്കൂളും മറ്റും ഏകദേശം ടൗണിൽ നിന്ന് 3 മണിക്കൂർ അകത്താണ്. അപ്പോൾ നമ്മുടെ സ്കൂളിനോട് ചേർന്ന് ഏകദേശം 23-24 വില്ലേജുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സ്കൂളിൽ വന്ന് പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ ഒത്തിരി കുട്ടികൾ പഠിക്കാതെ വീടുകളിൽ ഇരിപ്പുണ്ട്, ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകാതെ വീടുകളിൽ ജോലിയൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഈ കുട്ടികളെയൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ കുട്ടികളാണ് ഇവർ. അപ്പോൾ ഇവർക്ക് വിദ്യാഭ്യാസത്തിലാണെങ്കിലും ടൗണുകളിൽ പോയി പ്രാരംഭമായിട്ടുള്ള വിദ്യാഭ്യാസം നേടാനുള്ള പ്രാഥമിക ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ഫീസ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ വില്ലേജുകളിൽ നിന്നൊക്കെ നമ്മൾ ഈ കുട്ടികളെയൊക്കെ നമ്മൾ നമ്മൾ പഠിപ്പിക്കുന്നൊക്കെയുണ്ട്, ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നൊക്കെയുണ്ട്. അപ്പം ഫീസ് തരാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരുപാട് കുട്ടികളെ നമ്മൾ എടുത്ത് പഠിപ്പിക്കുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ ഒരുപാട് കുട്ടികൾ, നമ്മുടെ 112 അടുത്ത കുട്ടികൾ നമ്മുടെ ഇവിടെ തന്നെയുണ്ട്. അത്ഭുതം, അതിശയം,
இந்த ஆண்டு நடக்க போகுது. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. கவலைப்படாத 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 கவலைப்படாத. அற்புதங்கள் குவிய போகுதே, அற்புதங்கள் குவிய போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு ഇത്, സൂപ്പർ നാച്ചുറൽ ആണ്ട്. എൻ്റെ പേര് ഫാദർ മനു അഞ്ചിൽച്ചിറ. ഞാൻ MCBS സഭാംഗമാണ്. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ എടത്തുവായ്ക്കടുത്തുള്ള പച്ച എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ കഴിഞ്ഞ ഡിസംബർ മാസമായിരുന്നു എൻ്റെ തിരുപ്പട്ടം. പട്ടത്തിന് ശേഷം എനിക്ക് കിട്ടിയ ആദ്യത്തെ അപ്പോയിൻമെൻ്റാണ് ഇവിടെ അരുണാചൽ പ്രദേശിൽ ഇറ്റാനഗർ രൂപതയിൽ ഇവിടെ ഈ ബാമിങ്ങിൽ ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ ബിജോസിൻ്റെയും വർക്കിച്ചിൻ്റെയും കൂട്ടത്തിൽ അവരെ സഹായിച്ച് ഇടവകയുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ഹോസ്റ്റലിൻ്റെ ഉത്തരവാദിത്വവുമാണ് എനിക്ക് പ്രധാനമായിട്ടും നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമാണ് ഇവിടെ സമയം ചെലവഴിക്കാനായിട്ട്. ഇവിടുത്തെ കുട്ടികളുടെ കാര്യമൊക്കെ നോക്കുന്നതിനും അതുപോലെ തന്നെ ഇടവകയിൽ വില്ലേജ് ടൂറിങ്ങിനൊക്കെ പോകാനൊക്കെ ആയിട്ട് സാധിക്കുന്നതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ഇന്ന് താമസിക്കുന്ന നമ്മുടെ കാറ്റക്കിസ്റ്റിൻ്റെ, ഈ വില്ലയിലെ കാറ്റക്കിസ്റ്റിൻ്റെ വീട്ടിലാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. സാധാരണ ഇതിൽ ഈ നാട്ടിലൊക്കെ വീടുകൾ ഈ രീതിയിലാണ്, വീടിൻ്റെ അടുക്കളയാണ് മെയിൻ. പണ്ടൊക്കെ ഈ ഒരു അടുക്കളയുടെ സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളൊക്കെ ടൂറിങ്ങിനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മൾ കിടക്കും, വീട്ടിലുള്ളവർ വേറെ മൂലയ്ക്ക് കിടക്കും. ഇങ്ങനെ വന്നവരെല്ലാം ഇതിന് ചുറ്റോട് ചുറ്റുമൊക്കെ കിടന്നിരുന്നത്, കാരണം നല്ല തണുപ്പായിരുന്നു. മറ്റ് വില്ലേജുകളെ അപേക്ഷിച്ച് ഈ വില്ലേജിൽ കുറച്ചുകൂടെ തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണിത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും തീ കത്തിച്ചിരിക്കും. രാത്രിയിൽ ആദ്യ കാലങ്ങളിലൊക്കെ വെളിച്ചം ഉണ്ടായിരുന്നില്ല. അപ്പം ഇതിൻ്റെ വെളിച്ചത്തിൽ, ഈ തീയുടെ വെളിച്ചത്തിലാണ് ഇവിടെ എല്ലാം കാണുന്നത്. അപ്പോൾ ഈ തീ കെടുന്നതോടുകൂടി എല്ലാവരും കിടക്കും. 4:30 5 മണി 5:30 ആകുമ്പോഴത്തേക്കും, വൈകിട്ട് 5:30 ആകുമ്പോഴത്തേക്കും ഇവർ ഭക്ഷണം കഴിയും. നേരത്തെ പെട്ടെന്ന് രാത്രിയാവും ഇവിടെ. അപ്പോൾ ആ സമയം കഴിഞ്ഞ് ഈ തീ കെട്ട അവരും ഇതിനോട് ചുറ്റോടി ചുറ്റും കിടന്നുറങ്ങുക ചെയ്യുന്നത്. അപ്പോൾ ഈ അടുപ്പ് തന്നെ, ഈ അടുപ്പ് കണ്ടോ, വലിയ വലിപ്പം നമുക്ക് കാണാം. ഇത് പല ഉപയോഗമാണ്. ഒന്ന്, ഏറ്റവും ചെറിയ പാത്രം മുതൽ ഏറ്റവും വലിയ പാത്രം വരെ ഇതിനകത്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സാധനമാണ് മെയിനായിട്ടുള്ളത്. ഇത് പക്ഷേ പണ്ട് ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് 1 മിഥുന് പകരമായിരുന്നു ഇത് കിട്ടിയിരുന്നത്. കാരണം ഇത്രയും ദൂരം, ഇറ്റാനാർ എന്നൊക്കെ പറയുന്നത് ഒത്തിരി ദൂരമാണ് ടൗൺ എന്നൊക്കെ പറയുന്നത്. അവിടുന്ന് ആ ദൂരത്തുനിന്ന് ഇവരിത് ചുമന്നുകൊണ്ട് വരണമായിരുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇവിടൊക്കെ ഇതുപോലുള്ള ലോഹങ്ങളൊക്കെ ഇവർക്ക് കിട്ടാക്കനിയായിരുന്നു. അപ്പം അന്ന് ഇതിന് അതുപോലെ വിലയുണ്ടായിരുന്നു. നമ്മൾ നോക്കിയാൽ നമുക്കൊരു മണ്ടത്തരമായിട്ട് തോന്നും, എന്തോരം തീയാണ് വെക്കുന്നത്. ഒരു ചെറിയൊരു പാത്രത്തിന് വേണ്ടിയിട്ട് വിറക് കണ്ടമാനം കൊണ്ടുവന്ന് വെക്കുക. ഇവർ ഭയങ്കര സമൃദ്ധിയാണ്. ഇവരാരും, നമുക്ക് ചില സമയത്ത് ഭയങ്കര തമാശ തോന്നുവേ, ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കും പിന്നെയും കൊണ്ടുവന്ന് വിറക് വെക്കും. ആരും വെക്കരുത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയല. അവർ ആ സമൃദ്ധി തന്നെ അവരങ്ങനെ കാടുണ്ട്, ഇഷ്ടംപോലെ വിറകുണ്ട്, അവർ വെച്ചുകൊണ്ടിരിക്കും. ചേച്ചിമാരൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷി പണി കഴിഞ്ഞേച്ചും വരുന്ന വഴിക്ക് വലിയ കൊട്ടയ്ക്കകത്ത് ഈ വിറകുമായിട്ട് വരും. ആ വിറക് ആ ദിവസം തന്നെ കത്തിത്തീരും. പ്രത്യേകിച്ച് തണുപ്പായതുകൊണ്ട് ചുറ്റോടി ചുറ്റും ചൂട് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ ഒരു രീതിയിലുള്ള അടുപ്പ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ അടുപ്പുള്ളതുകൊണ്ട് നമുക്ക് ഏത് തണുപ്പ് കാലത്താണെങ്കിലും ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടുകയില്ല. പുറത്ത് ഭയങ്കര തണുപ്പാണെങ്കിൽ ഇതിനകത്ത് എപ്പോഴും ചൂടായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാകും. അതുതന്നെ ഇതിൻ്റെ ഒരു വലിയൊരു സൗകര്യമാണ്. എപ്പോഴും ഇതുപോലെ ഒരടുപ്പ് അല്ല 2 അടുപ്പ്. ഇവർക്ക് കാര്യമായിട്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കാനില്ല. ചോറുണ്ടാക്കണം, ഒപ്പം തന്നെ ഇലയോ മറ്റെന്തെങ്കിലും സാധനം പുഴുങ്ങണം, അത്രയും ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാധാരണ പണ്ടൊക്കെ ഒരടുപ്പേ ഉണ്ടാവുള്ളൂ, ഒരെണ്ണം എടുത്ത് മാറ്റി വെച്ച്. പിന്നെ ചിലപ്പം ഈ തീയുടെ അകത്തോട്ട് തന്നെ കെറ്റിൽ, നമ്മൾ ഈ ചായ ഉണ്ടാക്കുന്ന കെറ്റിൽ, ഈ തീയുടെ അകത്തോട്ട് തന്നെ നേരെ അടിയിൽ കൂടെ തന്നെ വെച്ച് വെള്ളം തിളപ്പിച്ച് അങ്ങനെ ചായ ഉണ്ടാക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സൈഡിൽ കൂടെ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ഇറച്ചി ചുട്ടെടുക്കും, അല്ലെങ്കിൽ ചോളം പൊട്ടിച്ചെടുക്കും. അങ്ങനെ പല പരിപാടികൾ ഇവർ ഈ തീയുടെ ഇതും കൊണ്ട് ചെയ്യും.
പക്ഷെ ഒരു കാര്യം ഇതാണ്, ഇവരെ ഒന്നിനും ഒരു പിടിച്ചു വെച്ചുള്ളൊരു, നമ്മളൊക്കെയാണേലും ഇപ്പം നമുക്കറിയാം ഭക്ഷണ സാധനമാണ് എന്നാണേലും അവർ മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് പുഴുങ്ങിയാണ് തരുന്നത്. പക്ഷെ അത് ഇന്നത്തേക്ക് കഴിഞ്ഞ് നാളത്തേക്ക് കുറച്ച് മാറ്റി വെക്കുക അങ്ങനെയൊന്നുമില്ല, കൊണ്ടുവരുന്നു, അതിവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ധാരാളമായിട്ട് കൊടുക്കുന്നു. അതുപോലൊരു വലിയ നന്മയുള്ള മനുഷ്യരാണ്. ഇവരുടെ ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ ഇവർ കണക്കില്ലാത്ത ഒരു ഇതാണ്. ദൈവസ്നേഹം എന്നൊക്കെ പറയുന്ന പോലെയാണ്, അതിരുകളില്ലാത്ത സ്നേഹം എന്ന് പറയുന്ന പോലെ ഇവരുടെ ഒരു കരുതലും ഇവരുടെ ഷെയറിങ്ങും ഒക്കെ ഒട്ടും അതിരുകളില്ലാത്ത രീതിയിൽ ആണ് അവർ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈ സാധാരണ വില്ലേജ് വരുമ്പോഴേ ഈ വില്ലേജിലൊക്കെ ഒത്തിരി പേര് രോഗികളായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പലപ്പോഴും അച്ഛന്മാർ വരുമ്പോൾ അവർ പ്രാർത്ഥിക്കാൻ പറയും. ഒപ്പം തന്നെ അവരുടെ ഒരു നല്ലൊരു വിശ്വാസം, അവരാണെങ്കിലും നമ്മൾ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ഈശോ വന്നു എന്നും പറഞ്ഞാണ് സ്വീകരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു അമ്മച്ചി സുഖമില്ലാതെ കിടക്കുന്നുണ്ട്, ഒരാഴ്ച കൂടുതലായെന്നാണ് പറഞ്ഞത് സുഖമില്ലാതായിട്ട്. ഇപ്പോൾ തലവേദനയും ശരീരവേദനയൊക്കെയാണെന്ന് പറഞ്ഞു. നമുക്ക് അമ്മച്ചിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. നമ്മൾ നിൽക്കുന്ന ഈ വില്ലേജിൻ്റെ പേര് സത്വക്ക് എന്നാണ്. പുരോഹിക്ക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. ആ ട്രൈബിൽപ്പെട്ടവരാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ നേരെ നമുക്ക് കാണാൻ പറ്റും അവിടെ താഴെ ഒരു വില്ലുണ്ട്, അതിൻ്റെ പേര് ഗിക്കു എന്നാണ്. അവിടെ നമുക്ക് 3-4 കുടുംബങ്ങളേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ മുകളിൽ ഒരു വില്ലേജ് ഏറ്റവും മലയുടെ മുകളിൽ കാണാം, അതിൻ്റെ പേര് പ്രിക്ക് എന്നാണ്. അപ്പോൾ അവിടെ 3 കുടുംബങ്ങൾ, അവർ എല്ലാവരും കൂടെ ഒന്നിച്ച് താഴെ ഒരു പള്ളിയുണ്ട്, അവിടെയാണ് ഞായറാഴ്ചകളിൽ അവർ ഒന്നിച്ച് കൂടുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പിയോ എന്ന് പറയുന്ന ഒരു വില്ലേജാണ്. അതാണ് ഈ വഴിക്കുള്ള അവസാനത്തെ വില്ലേജ്. അത് കാട്ടിൻ്റെ നടുക്കാണ് ആ വില്ലേജ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത് ലത എന്ന് പറയും. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയാണ്, ചൈനയോട് ചേർന്നുള്ള അതിർത്തിയിലേക്കുള്ള വഴിയാണത്. ഇനി മുമ്പോട്ട് പോകുന്നത് ചൈനയുടെ അതിർത്തിയിലേക്കാണ്. അവിടെ കുറച്ച് വില്ലേജുകളും കൂടെ മുമ്പോട്ടുണ്ട്. ഇത് എന്താ പറയണ്ടേ, തീർച്ചയായിട്ടും ഇത് അതിർത്തി പ്രദേശമാണ്. അപ്പോൾ അവിടെ മേഘങ്ങൾ മൂടി നിൽക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കവിടെ മഞ്ഞ് മലകൾ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് മേഘങ്ങൾ മൂടി നിൽക്കുന്നതുകൊണ്ട് അത് കാണത്തില്ല. ജയ് ജിഷു ഓം. ഈ പുള്ളി ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ മുകളിൽ പ്രിക്ക് എന്ന് പറഞ്ഞ വില്ലേജ്, അവിടെ നിന്നാണ് ആൾ വരുന്നത്. അതിൻ്റെ താഴെയാണ് അവരുടെ പള്ളി. പുള്ളിയാണ് അവിടുത്തെ കാറ്റഗിസ്റ്റ്. പുള്ളിയുടെ കുടുംബമല്ലാത്ത അതിൻ്റെ അപ്പുറത്ത് ലാസ്റ്റ് വില്ലേജ് പിയോ എന്ന് പറയുന്ന വില്ലേജിലെ കാറ്റഗിസ്റ്റ്, ആ മുമ്പിൽ ബാഗും പിടിച്ച് വരുന്നയാൾ. ഇതാണ് പിയോയുടെ കാറ്റഗിസ്റ്റ്. ജയ് ജീശു അന്യം ബ്രേ അന്യമായി കേ പയലിഞ്ചോ. പുള്ളി ഏറ്റവും അവസാനത്തെ വില്ലേജ് എന്നുള്ളതാണ്. ലേ അങ് പായ് ഗാഡി പായ് നോ ഗാഡി തോ പായ്. ഓ ഗാഡി പായ് പായ്. നടന്നു വരണ്ടായിരുന്നു, അവർക്ക് വഴിക്കൊരു വണ്ടി കിട്ടി, അതുകൊണ്ട് നടക്കേണ്ടി വന്നില്ല. ജയ് ജിസു അന്യം അന്യം ബ്രേ അല 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 അല. ജയ് ജിസു കേ കേ ജയ് ജിസു. ഓക്കെ പ്രി പ്രി si abing nafang ulang pa kamji ling sai obai ni asa doai lo ai ke ഇവരെന്നാന്നറിയോ, ഇപ്പോൾ നാളെ കുർബാന ഇല്ലതുകൊണ്ട് അവർ ആ വില്ലേജിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ, ഇപ്പോൾ ഈ ആഴ്ചകൾ ഈ മാസമൊന്നും ഇനി അങ്ങോട്ട് പോകാൻ വഴിയില്ലാത്തതുകൊണ്ട് അവരും കൂടി ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് കുർബാന അല്ല എന്ന് പറഞ്ഞിട്ട് നാളത്തേക്ക് വേണ്ടിയിട്ട് അവർ ഇന്ന് വൈകിട്ട് ഇവിടെ വന്ന് തങ്ങിയിട്ട് നാളെ ഇവിടെ കുർബാന കൂടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ വെസ്റ്റ് അരുണാചലിലാണ് നമ്മളുള്ളത്. ഈസ്റ്റ് അരുണാചലിലൊക്കെ ഒത്തിരി പ്രൊജക്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാർ, യുവാക്കന്മാർ, അവർ അവിടെ പോയി വർക്ക് ചെയ്യും.
അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ 2-3 മാസമൊക്കെ കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ. അങ്ങനെ ഇവിടെയുള്ളവർ കുറേ പേരൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ആൾ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇവിടെ നിന്നുള്ള അതിർത്തിയിലേക്ക് പോകുന്ന പട്ടാളക്കാർ അവർ ദിവസങ്ങൾ യാത്ര ചെയ്യണം. അപ്പോൾ അവർക്ക് അവരുടെ ഭക്ഷണ സാധനങ്ങളും മറ്റും ചുമന്നുകൊണ്ട് പോകാനായിട്ട് അവർക്ക് പലപ്പോഴും പറ്റിയല്ല. പക്ഷേ ഇവർ ഈ ഒരു ഭൂപ്രകൃതിയിൽ വളർന്നവരായതുകൊണ്ട്, ഈ ഭൂപ്രകൃതി കൂടെ ഒത്തിരി നടക്കുന്നവരായതുകൊണ്ട് അവർക്ക് അത് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷേ അവർക്ക് നല്ലൊരു തുകയും കിട്ടും, ഡെയിലി വേജസ് നന്നായിട്ട് കിട്ടും. ഏതാണ്ട് 20-25 കിലോ അവർ ചുമന്നുകൊണ്ട് പോകണം, ഈ കാട്ടിക്കൂടെ ചുമക്കണം. അപ്പോൾ ഓരോ ദിവസവും യാത്ര ചെയ്യുന്നതിന് നല്ലൊരു തുക അവർക്ക് കിട്ടും. അങ്ങനെയുള്ള പല ജോലികൾ ഇവർക്കുണ്ട്. ആ ജോലികളിലൂടെയൊക്കെയാണ് ഇവർ വരുമാനം ഉണ്ടാക്കുന്നത്. പിന്നെ കൂടാതെ നമുക്കറിയാം ഈ കാടുണ്ട്, കാട്ടിലിവർ തടിയൊക്കെ മുറിച്ച് വീടുകളൊക്കെ പണിയാനായിട്ട് അവർക്കതിന് സാധിക്കുന്നു. പിന്നെ കാട്ടിൽ നിന്ന് തന്നെ ഇവർ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ പനയുടെ, അവർ റമ്പങ്ങെന്നാണ് ഇവിടെ പറയുക, അല്ല തസ എന്ന് പറയും, അത് ഉണ്ടാക്കും. അതുണ്ടാക്കിയിട്ട് അവർ ഉപയോഗിക്കും, ഒപ്പം തന്നെ അത് വിൽക്കും. പിന്നെ ഇവർക്ക് ഈ പറഞ്ഞ പോലെ വില്ലേജുകളിൽ പഞ്ചായത്തിൻ്റെ കെയർ ഓഫിലും ഗവൺമെൻറ് കെയർ ഓഫിലൊക്കെ കൊച്ചു കൊച്ചു പ്രൊജക്റ്റുകൾ കിട്ടും. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർക്ക് കുറേ പണമൊക്കെ ആ രീതിയിലൊക്കെ കിട്ടാറുണ്ട്. പിന്നെ പന്നി, ആട്, കോഴി അങ്ങനെയൊക്കെ വളർത്തിയിട്ടും ഇവർ അത്യാവശ്യം വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പണ്ടത്തേതുപോലെയല്ല, പണ്ട് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ അവർ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നു. ഗവൺമെൻറ് ആണെങ്കിലും ഒത്തിരി പ്രൊജക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് മുഴുവൻ കിട്ടിത്തുടങ്ങിയിട്ടില്ല. കാരണം ഇവർക്ക് വിദ്യാഭ്യാസമില്ല, എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് അവർക്ക് അതെല്ലാം അവരിലേക്ക് എത്തുന്നില്ല. ഇപ്പം നമ്മൾ പരിശ്രമിക്കുന്നത് അത് തന്നെയാണ്, ഈ കുഞ്ഞുങ്ങളെ നന്നായിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കുക, നന്നായിട്ട് ഇംഗ്ലീഷ്, ഹിന്ദിയൊക്കെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കുറേ കാര്യങ്ങളും കൂടെ നേടിയെടുക്കാനായിട്ട് പറ്റും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന പ്രൊജക്റ്റുകളും മറ്റും ഇവർക്ക് സ്വന്തമായിട്ട് നേടിയെടുക്കാൻ പറ്റും. ഈ കാലഘട്ടത്തിൽ ഇവരുടെ ജീവിതം വളരെ കുറച്ചുകൂടെ എന്താ പറയുക, പണ്ടത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് ഇനി ഭാവിയിൽ അത് മുമ്പോട്ട് വരാൻ സാധിക്കും. ഇവരുടെ കൂട്ടത്തിൽ നിന്ന് പിള്ളേരൊക്കെ പഠിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഫലം ഉണ്ടാകും. അപ്പം പൊതുവേ കൃഷിയാണ് ഇവരുടെ. ഇവർ നെൽകൃഷിയുണ്ട്, അത് വർഷത്തിൽ ഒന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ കഴിച്ച് ചേമ്പ്, അപ്പോൾ ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചാണ് അവരുടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം, അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണത്തെക്കുറിച്ച് അധികം ഉത്കണ്ഠപ്പെടേണ്ടതില്ല. ഭക്ഷണ സാധനങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് കുഞ്ഞുങ്ങളുടെ പഠനത്തിനൊക്കെയാണ് സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുക. അവർ നാളെക്കുറിച്ച് ഉത്കണ്ഠയില്ലാതെ വന്നാൽ തന്നെ നമുക്ക് സന്തോഷം. ഇന്നിലാണ് അവർ ജീവിക്കുന്നത്, ഇന്ന് അവർ ആഘോഷിക്കും. ഇപ്പം നമ്മൾ വന്നു, അതും ആഘോഷിക്കും. അപ്പോൾ അവരുടെ ഇന്നാണ് അവരുടെ മുഖ്യം. നാളെക്കുറിച്ചും മറ്റന്നാളെക്കുറിച്ചും അവർ ഉത്കണ്ഠപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ന് കാണുന്നവരോട് സ്നേഹിക്കാനും ഒപ്പം തന്നെ അവർക്ക് പങ്കുവയ്ക്കാനുമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഇതെല്ലാം നടന്നാണ് വന്നിരുന്നത്. അന്ന് വണ്ടി വരികയിലായിരുന്നു, കാരണം വണ്ടി റോഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വഴിക്ക് ഒത്തിരി പാലങ്ങൾ, 2-3 സ്ഥലത്ത് പുതിയ പാലങ്ങൾ ഈ അടുത്ത കാലത്താണ് വന്നത്. അന്ന് പാലം ഇല്ലാത്തതുകൊണ്ട് മഴക്കാലത്ത് വണ്ടി കടന്നു വരികയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് നടന്നിട്ടാണ് ഈ വഴിക്ക് ആദ്യം വന്നത്. പിന്നീടുള്ള അവസരങ്ങളിലെല്ലാം വേനൽക്കാലത്തൊക്കെ വരുമ്പോൾ സമയത്ത് വണ്ടിയെ വരാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഈ വില്ലയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ സ്നേഹമൊക്കെ നമ്മൾ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യും. നമുക്കൊരു മടുപ്പ് തോന്നിയില്ല. എന്തേരം നടന്നിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ക്ഷീണവും മാറും. കാരണം അവരതുപോലെ സ്നേഹിച്ച് നമ്മളെ കൊണ്ടുവന്ന് അവർക്കുള്ളതിൻ്റെ വിധം നമ്മളെ കഴിപ്പിച്ച് അവർ നന്നായിട്ട് അത് ചെയ്യും. അങ്ങനെ നമ്മളെ സ്നേഹത്തോടു കൂടി നമ്മളെ കൊണ്ടു നടക്കുക. അതുകൊണ്ട് തന്നെ നമുക്കിത് എത്ര പ്രാവശ്യം വന്നാലും നമുക്കൊരു മടുപ്പുണ്ടാവില്ല, നടന്നു വന്നാലും മടുപ്പുണ്ടാകില്ല. ഞാൻ ഏതാണ്ട് 2013 വൈദ്യപട്ടം സ്വീകരിച്ച് ഉടനെ തന്നെ ഈ നാട്ടിലേക്ക് വന്നതാണ്. അതിന് മുമ്പ് തന്നെ ഇവിടെ വരുന്നുണ്ടായിരുന്നു, ബ്രദറായിരുന്നപ്പോൾ. അതിനുശേഷം ഇവിടെ വന്നു. അപ്പം ഇത് 2ാമത്തെ ഇടവകയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ എപ്പോഴും വളരെ സംതൃപ്തനാണ്. കാരണം ഇവിടെയുള്ള ജനത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ സന്തോഷമായിട്ട്, കാരണം നമുക്കതിൻ്റെ ഫലം കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്കതിൻ്റെ സന്തോഷം അവർ പ്രകടിപ്പിക്കും. ഒപ്പം തന്നെ അവരുടെ ആ ഒരു വളർച്ച നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു വില്ലേജിനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞാൽ, ആദ്യം വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല. 3 വർഷം കൊണ്ട് ഈ വില്ലേജ് തന്നെ ഒത്തിരി മാറി. ഇവിടെയുള്ള ആൾക്കാർ പിള്ളേരെയൊക്കെ പുറത്ത് പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റി. മറ്റ് സ്ഥലങ്ങളിലൊക്കെ പഠിക്കാനായിട്ട് വിട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഒപ്പം തന്നെ ഈ ഒരു നാട്ടിൽ ഒക്കെ പുറത്തുനിന്നൊക്കെ യുവജനങ്ങളും അല്ലാത്തവരും ഒക്കെ മിഷനെ സ്നേഹിക്കുന്ന പലരും വന്നു പോകാറുണ്ട്. ഞാൻ മുമ്പുണ്ടായിരുന്ന ഇടവകയിൽ ഏതാണ്ട് 200ഓളം ആത്മായ സുഹൃത്തുക്കൾ വന്ന് താമസിച്ച് ഒരാഴ്ച, 1 മാസം, 2 മാസമൊക്കെ നിന്ന് പോകുന്നവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതൊരു പലപ്പോഴും നമ്മളൊരു എന്താ പറയുന്നത്,
മിഷനെ സഹായിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വശം മാത്രമാണ്. അതിലുപരി ഇത് മിഷനെ അറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ മിഷനെ അറിയുമ്പോൾ നമുക്ക് ആ മിഷനോട് സ്നേഹം ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയാണല്ലോ. പ്രാർത്ഥന നമ്മൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളൊരു ഫലം എന്ന് പറയുന്നത് വളരെ വലുതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം. ഇവിടെ വരാൻ പറ്റും, നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും. Hogo bintana, Hogo sijeritana, Jisuge yattare, Hetakku dodune, Hogo bintana, Hogo sijeritana, Jisuge yattare, Hetakku dodune, Jisu ngamme kopa, Mage hongam bipa, Aviling lail, Attunibe mappa. ഇവരെ സംബന്ധിച്ച് ഈ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ഈ പുസ്തകങ്ങളിലൊക്കെ ഉള്ള പ്രാർത്ഥനകളൊന്നും വായിക്കാനൊന്നും ഇവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് പാട്ടുകളാണ് കൂടുതൽ സൗകര്യം. ഇപ്പം നമ്മളൊരു പ്രാർത്ഥന ഒരു പാട്ടായിട്ട് ഇവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അവരത് പഠിക്കും, അവരത് ചൊല്ലുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ രീതിയിലാണ് ഇവർക്ക് കൂടുതൽ എളുപ്പമായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ കൊന്തയൊക്കെ ചെല്ലുമ്പോഴാണെങ്കിൽ പോലും രഹസ്യങ്ങളൊന്നും വായിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഓരോ രഹസ്യത്തിനും പകരം ഓരോ നിയോഗങ്ങളൊക്കെ വെച്ച് ഇവർ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇവർ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഒരു പൊതുവേ ഉള്ളൊരു ശൈലി എന്ന് വെച്ചാൽ മറ്റ് ഡിനോമിനേഷനിലുള്ളവരൊക്കെ ചെയ്യുന്നത് കണ്ട് ഇവർ വളരെയാണ് ചെയ്യുന്നത്. അതായത് സ്തുതിപ്പും പ്രാർത്ഥനകളുമാണ് അധികം. ഇവരിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് സ്തുതിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്തുതിച്ചിങ്ങനെ 5, 10, 15, 20 മിനിറ്റ് അവർ സ്തുതിക്കും. പക്ഷേ അവരുടെ എല്ലാ കാര്യവും ഇന്ന് രാവിലെ അവർ വില്ലേജ് കൃഷിക്ക് പോയത് തൊട്ട് വന്നത് വരെ ഉള്ള ഈ സമയം വരെയുള്ള കാര്യങ്ങളെല്ലാം സമർപ്പിച്ചവർ പ്രാർത്ഥിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്പോണ്ടേനിയസ് ആണ്. പലപ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ പുസ്തകത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും അത് അത്ര സക്സസ് ആവാറില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രാർത്ഥന, ഇവർ ദൈവത്തെ എങ്ങനെയാണ് കാണുന്നത്, ഇവരെങ്ങനെയാണ് ദൈവത്തോട് സംസാരിക്കുന്നത്, അതിന് ആ ഒരു കാര്യത്തിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് പലപ്പോഴും നമ്മൾ അനുവദിക്കേണ്ടി വരും. അത് തീർച്ചയായിട്ടും ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഉറപ്പും വിശ്വാസവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണെങ്കിലും അവരുടെ വിശ്വാസമാണ് പ്രധാനം. അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ക്രിസ്തു അവർക്ക് മതിയായവനാണെന്ന് അവർക്ക് തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവിലാണ് ഇവരെല്ലാവരും ഇവിടെ ഒന്നിച്ച് വന്നിരിക്കുന്നത്. അപ്പം അത് അവരെ സംബന്ധിച്ച് സന്തോഷമാണ്. ഞാൻ ഇതിനു മുമ്പ് എനിക്ക് വന്ന് ഏതാണ്ട് 3 മാസമായി ഇവിടെ. ഇതിനു മുമ്പ് വന്ന് 3 മാസം മുമ്പാണ്. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് വരുന്നത്. ഒന്നിച്ചിരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അവസരം. പ്രഭു ഔലോ പ്രഭു യേശു ഹല്ലേലൂയ, സംഗോജി ബോജി സുനി, സംഗോജി ബോജി സുനി, സംഗോജി ബോജി സുനി ഹല്ലേലൂയ, സംഗോജി ബോജി സുനി ഹല്ലേലൂയ. ഹേ രാജാ ഔലോ രാജാ യേശു ഹല്ലേലൂയ, പ്രഭു ഔലോ പ്രഭു യേശു ഹല്ലേലൂയ, രാജാ ഔലോ രാജാ യേശു ഹല്ലേലൂയ, പ്രഭു ഔലോ പ്രഭു യേശു ഹല്ലേലൂയ. അത്തർ ജീബു യേശുനി, അത്തർ ജീബു യേശുനി, ഓ അത്തർ ജീബു യേശുനി ഹല്ലേലൂയ, അത്തർ ജീബു യേശുനി ഹല്ലേലൂയ. ഹേ രാജാ ഔലോ ഇത് രാവിലെ എല്ലാവരും പ്രാർത്ഥന കുർബാനയ്ക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. താഴെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തുന്നതേ ഉള്ളൂ. മറ്റ് വില്ലേജിൽ നിന്ന് വന്നവരൊക്കെ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്, അവരും കയറി വരുന്നുണ്ട്. അപ്പം കുർബാന ഉള്ളപ്പോഴാണ് ഇങ്ങനെ ആൾക്കാർ ഒന്നിച്ച് കൂടുന്നത്. അല്ലാത്തപ്പം ഞായറാഴ്ചകളിൽ ഈ പള്ളിയിലുള്ളവർ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അച്ഛൻ വരുന്നു എന്ന് പറയുമ്പം
ചില അവസരങ്ങളിൽ മറ്റ് വില്ലേജിൽ നിന്നുള്ളവരും ഇങ്ങോട്ട് വരും. നമ്മൾ നേരത്തെ വിവരം കൊടുക്കും. അങ്ങനെ വിവരം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇവർ വരും. ഇപ്പം എന്നാ വെച്ചാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ വില്ലേജുകളിലൊക്കെ ടവറായി, നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിവരം കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഞങ്ങൾ വരുന്നുണ്ടെന്നുള്ള വിവരം കൊടുക്കാനായിട്ട് പറ്റും. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒത്തിരി ദിവസങ്ങൾക്ക് മുമ്പേ അവർക്ക് നോട്ടീസ് കൊടുക്കണമായിരുന്നു, മെസ്സേജ് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ ആളെ പറഞ്ഞു വിടണമായിരുന്നു. അപ്പോൾ പിന്നെ ആ സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് വരാനുള്ള സൗകര്യം കിട്ടി അന്നേരം തന്നെ വരാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രഭാതത്തിൽ ഈ ഒരു വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മളിവിടെ അണിഞ്ഞിരിക്കുകയാണ്. ഇവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊട്ടടുത്ത 1-2 വില്ലേജിൽ നിന്നുള്ളവർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ കുർബാന ഇതിപ്പോൾ ഞാൻ 3 മാസം മുമ്പാണ് ഞാനിവിടെ ഇതിനു മുമ്പ് ഒരു കുർബാന അർപ്പിച്ചത്. 3 മാസത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കുർബാനയ്ക്ക് എല്ലാവരും അണിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും കുർബാനയുടെ പ്രാർത്ഥനകളൊന്നും ഇവർക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം അവർ എന്നും ഇത് സ്ഥിരമായിട്ട് കുർബാന ചെല്ലാത്തവരായതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ പ്രാർത്ഥനകളൊന്നും കൃത്യമായിട്ട് അറിയില്ല. അപ്പം കുർബാന ചെല്ലുന്ന കൂട്ടത്തിൽ തന്നെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്കും. അങ്ങനെയാണ് ഇവർ കുർബാന ചെല്ലുന്നത്. പക്ഷേ എല്ലാത്തിലും ഉപരി ഇവരുടെ ഹൃദയം, വിശ്വാസം വളരെ ദൃഢമായിട്ടുള്ളതാണ്. ഇവർ ഈശോയുടെ കൃപയിലാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അതെപ്പോഴും അവരുടെ ഹൃദയത്തിലും മനസ്സിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബലിയർപ്പണം എപ്പോഴും നമ്മളെ സംബന്ധിച്ച് വലിയൊരു അനുഭവമായിട്ട് മാറാറുണ്ട്. Mulpabu Jesu Kristo ge atrela Isar ge anyangela oge derbo jale lekin ge manolega ba dobaneka anyata be prabo anyata be anyata be Kristo Ros nongam baptisma jigrin आपको होगे दरबो जलामिंगा आमीन. Philip nongam baptisma jigrin आप को होगे दरबो जलामिंगा आमीन.